ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരി. ഇത് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ, നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും കഴിഞ്ഞകാല ചിന്തകളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആത്മവിശ്വാസമില്ലാതെ എനിക്കൊന്നിനും കഴിയില്ല, എനിക്കത് സാധിക്കില്ല, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, പിന്നെ നമ്മൾ ചിലവരുണ്ട് കഴിഞ്ഞ കാലത്തെ വിഷമങ്ങളും ദുഃഖങ്ങളും മാത്രം ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ നമുക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും എല്ലാവർക്കും, ഇനിയിപ്പോൾ രോഗമായിട്ടിരിക്കുന്നവർക്കായാലും, ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്നവർ, നമുക്ക് ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ കഴിയാതിരിക്കുന്ന വ്യക്തികളാണെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അതിമനോഹരമായ നല്ലൊരു ടെക്നിക്കാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. കുറേ പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, ലക്ഷക്കണക്കിന് ആളുടെ ജീവിതത്തിൽ പ്രചോദനമായിട്ടുള്ള ടെക്നിക്ക് തന്നെയാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വിഷമങ്ങളും മാറ്റി നമ്മൾ നല്ലൊരു നെഗറ്റീവായിട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാനും കഴിയുന്ന തരത്തിലുള്ള ടെക്നിക്കാണിത്. ഇത് ഹവായ് ദ്വീപിലെ ആളുകൾ വർഷങ്ങളായിട്ട് അവർ പ്രാക്ടീസ് ചെയ്ത് ജീവിതത്തിൽ സന്തോഷവും സമാധാനം സമ്പത്തൊക്കെ നേടിയെടുത്തുള്ള ടെക്നിക്കാണ്. ഈ ടെക്നിക്കിൻ്റെ പേരാണ് നമ്മൾ പറയുന്നത് ഹോപ്പോണോപോണോ ടെക്നിക്കാണിത്. ഇത് കുറേ പേർക്ക് പ്രചോദനമായിട്ടുള്ളതാണ്. ഇത് വർഷങ്ങളായിട്ട് അവരിത് പ്രയോഗിച്ച് ജീവിതത്തിൽ നല്ല സന്തോഷമൊക്കെ നേടിക്കൊണ്ടിരുന്നിട്ടുള്ള നേടിക്കൊടുത്തിട്ടുള്ള ടെക്നിക്കാണ്. അപ്പോൾ ഇത് ലോകത്തിന് പരിചയപ്പെടുത്തിയത് നമ്മുടെ പ്രശസ്ത എഴുത്തുകാരനായ ജോയ് വിറ്റാലയാണ്. ഒരു ബുക്ക് രൂപത്തിൽ ഇത് എഴുതിയ ഹോപ്പോണോപോണോ എന്നുള്ള ടെക്നിക്കിനെ കുറിച്ചൊരു ബുക്കുണ്ട്. അപ്പോൾ അതിലൂടെയാണ് അദ്ദേഹം ലോകത്തിന് പരിചയപ്പെടുത്തുക. അപ്പോൾ ഇത് പിന്നെ ലോകത്തിലെല്ലാ ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ടുള്ളത് ടെക്നിക്കുകളാണ്. ഒക്കെ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കും ഇത് ജീവിതത്തിൽ പ്രയോഗിച്ച് നമ്മുടെ ജീവിതത്തിലും കുറേ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ പോലെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷനായിട്ട് ബന്ധമുണ്ട് ഇതിന്. അപ്പോൾ നമ്മളെപ്പോഴും ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മാത്രമേ നമ്മൾക്ക് വരുള്ളൂ. അപ്പോൾ അതിനെ മാറ്റിയെടുത്തിട്ട് നമ്മളൊരു പോസിറ്റീവ് ചിന്താരീതിയും നല്ലൊരു വ്യക്തിയായിട്ട് മാറണം. അപ്പോൾ ഇതിൽ 4 കാര്യങ്ങളാണ് 4 വാക്കുകളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തതാണ് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 കാര്യങ്ങൾ ഇതിലുള്ളൂ. പക്ഷെ ഇത് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മളത് എന്നും പറയുന്ന വാക്കുകൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ആ ഫീലിങ്ങോട് കൂടി അതെന്താണ് നമ്മളവിടെ ചെയ്യേണ്ടത്, അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അതും കൂടി അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ ഈ 4 കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഐ ആം സോറി എന്ന് പറയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളോടൊരു സുഹൃത്ത് പിണക്കാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനോട് സോറി പറയുമ്പോൾ നമ്മൾ ആ ഫീലിങ്ങോട് കൂടി അത് അംഗീകരിച്ച്, നമ്മൾ തമ്മിൽ പിണങ്ങിയതിന് എനിക്കും ഉത്തരവാദിത്തമുണ്ട്, ഞാനത് അംഗീകരിക്കുകയാണ് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ സോറി പറയേണ്ടത്. അതാണ് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ക്ഷമിച്ചാലും ഞാനും അറിഞ്ഞും അറിയാതെയും ഞാനും തെറ്റുകാരി തന്നെയാണ് എന്ന് നമ്മൾ അംഗീകരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ സോറി, പ്ലീസ് ഫോർഗീവ്, എന്നോട് ക്ഷമിച്ചാലും, പിന്നെ നമ്മൾ എന്താ പറയുക, താങ്ക് യു, ക്ഷമിച്ചതിന് നന്ദി എന്ന് നമ്മൾ ഫീൽ ചെയ്യുകയാണ്. പിന്നെ നമ്മൾ പറയുന്നു ഐ ലവ് യു, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അത് ആ ഫീലിങ്ങോടും അതിൻ്റെ കാര്യങ്ങളും ഉൾക്കൊണ്ട് നമ്മൾ പറയുമ്പോഴാണ് നമുക്കിൻ്റെ റിസൾട്ട് കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമ്മളിതിലുള്ളൂ. പക്ഷേ ഇതിന് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നമ്മളൊരു ദിവസം ചെയ്തു, ഒരാഴ്ച ചെയ്തുകൊണ്ട് ഒന്നും ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. നമ്മളിത് കൃത്യമായിട്ട് മുടങ്ങാതെ 21 ദിവസമെങ്കിലും നമ്മളിത് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഇത് ഉറയ്ക്കുള്ളൂ. മനസ്സിൽ ഉറച്ച് കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എത്ര ദിവസം വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഏറ്റവും കുറഞ്ഞത് നമ്മൾ 21 ദിവസമെങ്കിലും ചെയ്യാം. അത് 2 നേരം ചെയ്യാം. അതായത് രാവിലെയും ചെയ്യാം, വൈകിട്ടും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സമയമുള്ളപ്പോഴൊക്കെ ഇത് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ തെറ്റന്നെ അംഗീകരിക്കണം. പലപ്പോഴും നമുക്ക് പലരോടും ദേഷ്യം, വൈരാഗ്യം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സുഹൃത്തിനോട് പിണങ്ങിയാൽ നമ്മൾ എന്താ പറയുക, അത് അവളുടെ തെറ്റാണ്, അല്ലെങ്കിൽ അത് അവൻ്റെ തെറ്റാണ്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ആരോടും എനിക്ക് ദേഷ്യമില്ല. പക്ഷെ ഇതൊന്നുമല്ല. നമ്മൾ കൂടുതൽ അവരായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അറിയാം, എനിക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൾ എന്നോട് മിണ്ടി വരട്ടെ, എൻ്റെ തെറ്റല്ല, അത് അവളുടെ തെറ്റാണെന്നൊക്കെ നമ്മളപ്പോൾ അതറിയും. അപ്പോൾ ഇതൊക്കെ മനസ്സിലുണ്ട്. നമ്മൾ വിചാരിക്കും, നമ്മളെപ്പോഴും പറയും ഞാനായാലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, നിങ്ങളെ മാത്രമല്ല ഞാനും അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളിതൊക്കെ പഠിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണത്. നമ്മൾ പറയും ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ എന്താ അവിടെ സംഭവിക്കണത്, നമ്മൾ ആ ആളോട് ദേഷ്യം കയ്യിൽ പിടിച്ച് നമ്മൾ എന്താ പറയുക, ഒരു തീക്കൊള്ളി കയ്യിൽ പിടിച്ചിരിക്കുന്ന പോലെയാണ്. ആരെ നശിച്ചു പോകണം നമ്മൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങളും ദുരിതങ്ങളും വിജയിക്കാൻ കഴിയാതെയും
നമ്മൾ ഓരോ ദിവസം രോഗങ്ങളൊക്കെ ആയിട്ടും നമ്മളങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് ആ മനസ്സിനെ ശുദ്ധീകരിച്ച് നമ്മൾ ആ തെറ്റ് അംഗീകരിച്ച് കഴിഞ്ഞാലോ നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് മാറുകയാണ്, നല്ല പോസിറ്റീവായിട്ടൊരു വ്യക്തിയാണ്. നമ്മളിലേക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. ലോ ഓഫ് അട്രാക്ഷൻ എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത്? നമ്മളിൽ മറ്റുള്ളവരുടെ ദേഷ്യമൊക്കെ ഉണ്ട്, നമ്മൾ പറയണില്ല എന്ന് അതിൻ്റെ ഉള്ളിലുണ്ട്. അതിനെ ശുദ്ധീകരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ അതിലുണ്ട്. ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യലൊക്കെ, നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും മറ്റുള്ളവരെ നമ്മളും കൂടി തെറ്റുകാരിയാണെന്നുള്ള, ഇപ്പോൾ ഭാര്യയും ഭർത്താവും പിണങ്ങി, നമ്മൾ പറയും അത് അദ്ദേഹത്തിൻ്റെ കുറ്റാണെന്ന്, അവർ പറയും ഇവളുടെ കുറ്റാണെന്ന്. പക്ഷേ എന്താണ് അവിടെ രണ്ടുപേർക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ രണ്ടുപേരും അത് അംഗീകരിക്കി കഴിയുമ്പോൾ നമ്മുടെ മനസ്സും ക്ലീൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാ കാര്യത്തിനും നമ്മളിങ്ങനെ പറയുക, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. നമ്മൾ നമ്മുടെ തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട് പറയുമ്പോൾ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതെന്തിനു വേണ്ടിയാണെങ്കിലും പറയാം. ഇപ്പോൾ ഒരു സുഹൃത്ത് പിണങ്ങിയിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ സുഹൃത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവരെ നോക്കിയിട്ട്, അവരെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറയാം. അല്ല മനസ്സിൽ അവരെ കണ്ടിട്ട് പറയാം, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അങ്ങനെ കുറേ അധികം ദിവസങ്ങൾ പറയുമ്പോൾ നമ്മൾക്ക് തന്നെയാണ് മാറ്റം വരുന്നത്. നമ്മളിപ്പോൾ ഒരു പിണങ്ങിയൊരു വ്യക്തിയോട് ക്ഷമ സോറി പറയുമ്പോൾ ആർക്കാണ് കൂടുതൽ മാറ്റം വരുന്നത്? നമുക്ക് തന്നെയാണ്. അത് നമ്മൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മളോട് തന്നെ സോറി പറയാം. പിന്നെ നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പല കാര്യങ്ങളിലും വിജയിക്കാൻ പറ്റാതാവുമ്പോൾ, പരീക്ഷയിൽ പാസ്സാവാൻ കഴിയാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ജോലി കിട്ടിയില്ല, അപ്പോൾ നമ്മൾ എന്ത് പറയണം? നമ്മളെ തന്നെ പലപ്പോഴും കുറ്റപ്പെടുത്തണം. അപ്പോൾ നമ്മൾ പറയുക, എൻ്റെ തെറ്റാണ്, ഞാൻ അധികം പഠിച്ചില്ല, അല്ലെങ്കിൽ അധികം ശ്രദ്ധിച്ചില്ല, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, അതുകൊണ്ടാണ് എനിക്കത് കിട്ടാതിരുന്നത്. അങ്ങനെ നമ്മൾ സോറി പറയണം. ഐ ആം സോറി, നമ്മളോട് തന്നെ നമ്മൾ സോറി പറയാം. പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് നമ്മൾ നിരന്തരം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ തന്നെ നമ്മുടെ വൈബ്രേഷനൊക്കെ മാറും, നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് മാറും. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ നമ്മൾ പണത്തിന് പലപ്പോഴും നമ്മൾ പണം ഉണ്ടാകുമ്പോൾ, പണം കയ്യിൽ വരുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് അല്ലേ. പണം ഇല്ലാതെ വരുമ്പോഴോ അപ്പോൾ നമ്മളിങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും അല്ലേ, ഇത്രയേ ഉള്ളൂ, ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ് ഈ പൈസയ്ക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ടേ? ആ പണത്തിനോട് നമ്മൾ വേണമെങ്കിൽ ഒരു നോട്ട് കയ്യിലെടുത്ത് പിടിച്ചിട്ട് നമുക്ക് പറയാം, ഐ ആം സോറി, പ്ലീസ്, എന്നെ പലപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, അതിന് ഞാൻ ഒരുപാട് സോറി പറയാണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അങ്ങനെ നമുക്ക് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് അതിന് വേണ്ടി നമുക്ക് നേടിയെടുക്കാം. പക്ഷേ എല്ലാത്തിനും കൂടി നമ്മളിത് ഒരു കാര്യത്തിനായിട്ട് പറഞ്ഞാൽ നമ്മൾ കുറേ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ എല്ലാവരും പറയും ഞാൻ ആരോടും തെറ്റ് ചെയ്തില്ല, ഞാൻ നല്ലതാണ്, അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറേ നെഗറ്റീവുകൾ കയറി വന്നിട്ടുണ്ട്. അന്ന് കേട്ടതും കണ്ടതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. നമുക്കത് പിടിച്ച് പറിച്ച് കളയാനൊന്നും പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ ഈ രീതിയിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കി അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള കുറേ നെഗറ്റീവിനെ പുറത്ത് കളയാനും നല്ലൊരു വ്യക്തിയായിട്ട് മാറാനും നമുക്ക് സാധിക്കും. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും. പലപ്പോഴും പല അസുഖങ്ങൾ പോലും നമ്മൾ ഈ നെഗറ്റീവുകൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ടുള്ള മറ്റുള്ളവരുടെ ദേഷ്യവും വൈരാഗ്യം, അവളെന്ന് തന്നെ അങ്ങനെ പറഞ്ഞില്ലേ, ഇവനെ എന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ള ചിന്താരീതികളാണ്. അപ്പോൾ ഇതിനൊക്കെ മാറ്റം വന്ന് നല്ലൊരു വ്യക്തിയാവാനും ജീവിതത്തിൽ വിജയിക്കാനൊക്കെ കഴിയുന്ന അടിപൊളി ടെക്നിക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് 2 നേരം പ്രാക്ടീസ് ചെയ്യുക, സമയം കിട്ടുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യുക. കുറേ മാറ്റങ്ങൾ കുറഞ്ഞത് 21 ദിവസമെങ്കിലും മുടങ്ങാതെ നിങ്ങൾ ചെയ്യുക എല്ലാ പ്രാക്ടീസും. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേരാണ്. നല്ലൊരു വ്യക്തികളായി നല്ല ജീവിതത്തിൽ വിജയിക്കാൻ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എൻ്റെ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരുപാട് നന്മകൾ നേരാണ്. താങ്ക് യു.